ഹായ് ഫ്രാൻസ്, ഇന്നത്തെ വീഡിയോ എൻ്റെ ബൈക്കിനെ കുറിച്ചാണ്. സൂപ്പർ മെറ്റോർ 650 ആണ് ഈ മോഡൽ. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. റോയൽ എൻഫീൽഡ് 650cc ഒരു ക്രൂസർ ലുക്കിൽ കൊണ്ടുവന്ന ഒരു ബൈക്കാണ് സൂപ്പർ മെറ്റോർ 650. 15.7 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. വൈബ്രേഷൻ വളരെ കുറവാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഈ വാഹനത്തിന് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. പെയിൻറ്റിങ് ആണെങ്കിലും നല്ല വീതിയുള്ള ടയർ, ഡുവൽ എക്സോസ്റ്റ്, LED ടൈപ്പ് ഹെഡ്ലൈറ്റാണ് ഈ വാഹനത്തിന് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ വീതിയുള്ള ടയറാണ് വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിലെ നമ്പർ പ്ലേറ്റും ഇൻഡിക്കേറ്ററും ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നോർമൽ വാഹനങ്ങളുടെ കുറച്ച് താഴത്തായിട്ടാണ് നമ്പർ പ്ലേറ്റും ഇൻഡിക്കേറ്ററും വരാറുള്ളത്. നല്ല വീതിയുള്ള ഒരു ഹെവി, നല്ല ബ്രോഡ് ലുക്കുള്ള ഒരു ടയർ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് ടയർ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ലുക്ക് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ബ്രോഡ് ലുക്ക് തന്നെ ഇതിന് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബാക്കിൽ ഇരിക്കുന്നവർക്കൊക്കെ കാല് വെക്കാൻ ഫുഡ് റെസ്റ്റ് എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. ഇത് ആമസോണിൽ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. വളരെ വളരെ ഉപകാരമുള്ളൊരു അക്സസറീസ് തന്നെയാണ് ഇത്. നല്ലൊരു ഉപകാരമുള്ള, അതായത് ബാക്കിലിരിക്കുന്നവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്നൊരു സ്പെയർ പാർട്ടാണ് ഈ ഒരു സൂപ്പർ മെറ്റോർ 650 എഴുതിയിട്ടുള്ള ഈ ഒരു ഫുഡ് റെസ്റ്റ്. ഇപ്പോൾ ലേഡീസൊക്കെ ഇരിക്കുകയാണെങ്കിലും ലേഡീസിന് കയറാനും ഇറങ്ങാനൊക്കെ വളരെ ഈസിയാണ് ഈ ഒരു ഫുഡ് റെസ്റ്റ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫുഡ് റെസ്റ്റ് തന്നെയാണ്. അടുത്തതായി ചെയ്തിട്ടുള്ള ഒരു ഫോഗ് ലൈറ്റ് ആണ്. ഒരു ഫോഗ് ലാമ്പ്, ഒരു യെല്ലോ കളറും വൈറ്റ് കളറും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കപ്പാണ്. ഈ കപ്പ് റിമൂവ് ചെയ്താൽ വൈറ്റ് കളറും, കപ്പ് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ കളറായിട്ടാണ് ഈ ഒരു LED ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. വാഹനത്തിന് സേഫ്റ്റിയായി 2 മെറ്റൽ ഗാർഡുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു കേബിളിൻ്റെ അവിടെ ഇങ്ങനെ ബ്രേക്കിൻ്റെ കേബിളും അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ഓയിൽ സിലിണ്ടറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് സേഫ്റ്റി, ഈ കല്ലുകളൊക്കെ തെറിച്ചത് പൊട്ടാനും ബ്രേക്ക് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് സേഫ്റ്റി ആയിട്ട് ഇത് നല്ലൊരു ഉപകാരമുള്ള നല്ലൊരു മെറ്റൽ ടൈപ്പ് ഒരു ഗാർഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കവറിങ് ഇത് രണ്ടും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് രണ്ടും റിമൂവ് ചെയ്ത് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. KP റേസിംഗ് എന്ന ബ്രാൻഡിൻ്റെ എക്സോസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബാസും നല്ലൊരു ഒറിജിനലിൻ്റെ അതേ ഒരു ക്വാളിറ്റി, അതേ ഒരു ലുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീഡിയോൻ്റെ ലാസ്റ്റിൽ സൗണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗാർഡാണ് ഇഞ്ചൻ കവർ. ഈ ഇഞ്ചൻ കവർ ഞാൻ ഷോറൂമിൽ നിന്ന് തന്നെ ഫിറ്റ് ചെയ്യിപ്പിച്ചതാണ്. കാരണം നമ്മുടെ നാട്ടിലെ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ കല്ലുകളും മറ്റും തെറിച്ച് ഇഞ്ചൻ്റെ ഭാഗങ്ങളിലൊക്കെ ഡാമേജ് വരാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇഞ്ചൻ്റെ ഈ കവർ മസ്റ്റായിട്ട് വെക്കുക. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഈ ഫുഡ് റെസ്റ്റ്, ഈ ബാക്കിലെ ഫുഡ് റെസ്റ്റിൻ്റെ സെയിം ആയിരുന്നു ഫ്രണ്ടിലും. ഇത് ഞാൻ മാറ്റി, ഇത് ഷോറൂമിൽ നിന്ന് തന്നെ അവർ തന്നെ മാറ്റി തന്ന് എക്സ്ട്രാ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. കുറച്ച് വീതിയുള്ളൊരു ഫുഡ് റെസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്, ഇത് കംപ്ലീറ്റ് ഞാൻ PPF ഫിലിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടാങ്ക് ആണെങ്കിലും ബാക്കിലെ മറുകാടാണെങ്കിലും ഫ്രണ്ടിലെ മറുകാടാണെങ്കിലും PPF ഫിലിം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബൈക്കിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഇങ്ങനെയാണ്. ഇതിൻ്റെ ബ്രേക്ക് ആണെങ്കിലും ഗിയർ ആണെങ്കിലും നോർമൽ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കിനെക്കാട്ടിലും കുറച്ച് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലോട്ട്. അവർ ഈ സീറ്റിംഗ് പൊസിഷൻ ലോങ് ഡ്രൈവിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ്. അതുപോലെ തന്നെ ഇതിൽ GPS ഉണ്ട്. ഫോണും ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഫോണിൽ ഇഗ്നിഷൻ ഓഫ് ആണെങ്കിലും ഓൺ ആയാലൊക്കെ മെസ്സേജ് നോട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ GPS ട്രാക്കർ എല്ലാം നമ്മൾ ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്.